ആറ്റിങ്ങൽ ആലങ്കോട് കോൺഗ്രസ് CPM പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ ആക്രമണം. നിരവധി വീടുകളുടെ ചില്ലുകൾ തകർന്നു. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷങ്ങൾക്കൊടുവിലാണ് രാത്രിയിൽ വീടുകൾക്ക് നേരെ ആക്രമണമുണ്ടായത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ആലങ്കോട് ഹൈസ്കൂളിന് സമീപം സുഹൈലിന്റെ വീടിന് നേരെയും സുഹൈലിന്റെ വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളും വീടിന്റെ ചില്ലുകളും ആക്രമികൾ തകർത്തു. എന്റെ കൊച്ചുകളെ നമ്മള് മരിക്കണം, ഞങ്ങള് മരിക്കണം. അന്ന് അവന്റെ ഉമ്മായ 1 വയസ്സുള്ള കൊച്ചിനെ എന്റെ ഭാര്യ അടിച്ചു. ഞങ്ങളെ സംരക്ഷണം അവൻ പകല് പറഞ്ഞു. അവൻ എന്തുകൊണ്ട് വന്നില്ല? നിങ്ങൾ മാധ്യമങ്ങൾ കാണണം. പോലീസ് നിൽക്കുമ്പോഴാണ് മാധ്യമങ്ങളാണ്. പോലീസ് നിൽക്കുമ്പോൾ പോലീസ് ഞങ്ങളുടെ നിന്ന് പോകാൻ പറഞ്ഞു. ഞങ്ങൾ പിരിഞ്ഞു പോയതിനു ശേഷം ഡിവൈഎഫ്ഐയുടെ 60 പേര്, ഞങ്ങൾക്കറിയാം ഡിവൈഎഫ്ഐയുടെ പേരെടുത്ത നേതാക്കൾ, ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ 60 പേര് വന്ന് പോലീസ് മാറിക്കൊടുത്തു. വീഡിയോ ഉണ്ട്, വിഷയമുണ്ട്, എല്ലാം ഉണ്ട്. പോലീസ് മാറിക്കൊടുത്തപ്പോൾ അവന്റെ വീട് സുഹൃത്തുക്കൂർ അസംബ്ലിപ്പത്തിന്റെ വീട് മൊത്തം അടിച്ചു കൊടുത്തു. അവൻ 1 വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെടുത്തു. അവന്റെ ഉമ്മായ അടിച്ചു, മൊത്തം അടിച്ചു. നിങ്ങൾ ആ വിഷയങ്ങൾ പറഞ്ഞു. എല്ലാം ക്രൂരമായ അക്രമമാണ് ഡിവൈഎഫ്ഐയുടെ CPMനെ ക്രമസമാധാനം തകർക്കാൻ വേണ്ടി മുഖ്യ ഗുണ്ടയായ പിണറായി വിജയന് മുഖ്യ ഗുണ്ടയ്ക്ക് സപ്പോർട്ട് എടുത്ത് കൊടുക്കുന്ന ഡിവൈഎഫ്ഐ ആണ് ഇവിടെ. ഞങ്ങൾ ഇത് ശക്തമായ രീതിയിൽ പ്രതിരോധിക്കും. ഒരു തർക്കവുമില്ല. ആലങ്കോട് ആറ്റിങ്ങൽ നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ A. നജാമിന്റെയും സഹോദരി താഹിറയുടെയും വീടുകൾക്ക് നേരെ കല്ലേറുണ്ടായി. കല്ലേറിൽ വീടിന്റെ നിരവധി ചില്ലുകൾ തകർന്നു. എനിക്കറിയില്ല, കുറേ ആൾക്കാർ ഒരു 9-9:30 മണിയോടുകൂടി എൻ്റെ വീട്ടിൽ വരികയും ഞാനും എൻ്റെ 2 കൊച്ചുകുട്ടികളും ഭാര്യയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നു. അവരൊന്ന് എൻ്റെ വീടിൻ്റെ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കുകയും കൊലവിളി നടത്തുകയും വാളും കടാരയും 150-150 പേരുണ്ടായിരുന്നു. എന്നെ കാണാത്തതുകൊണ്ട് താഴെ ഇറങ്ങി എൻ്റെ ജ്യേഷ്ഠൻ്റെ മകനെ അടിച്ചു, സഹോദരിയുടെ മകളുടെ വീടടിച്ചു പൊട്ടിച്ചു, എന്നെ ഒരു മരുമകനെ അടിച്ചു. എല്ലാവരും കൊലവിളിയാണ് നടത്തുന്നത്. എന്താണെന്ന് എനിക്കൊരു പിടിയിട്ടില്ല. എന്ത് വിഷയത്തിന്റെ പേരിലാണ് ഇവർ ചെയ്തതെന്ന് എനിക്കൊരു പിടിയില്ല. എനിക്ക് പരിചയമുള്ള ആൾക്കാർ തന്നെ അല്ലേന്താ. പ്രവർത്തകരുടെ വീടുകൾ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. ആറ്റിങ്ങൽ നഗരൂർ കല്ലമ്പലം പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കി.
പിണറായി വിജയൻ്റെ നവകേരള യാത്ര ഇന്ന് നാടിന് കൊടുക്കുന്ന സന്ദേശം നാളത്തെ കേരളം എന്നതാണെങ്കിൽ അതിന് മാതൃകയായി കാണിക്കുന്നത് അക്രമമാണ്. അപ്പോൾ നാളത്തെ കേരളത്തെ ജനങ്ങൾ കാണേണ്ടത് ഇന്ന് CPM-ഉം DYFIയും കാട്ടിക്കൂട്ടുന്ന ഈ അക്രമങ്ങളെയാണോ നവകേരളമായി ജനങ്ങൾ കാണേണ്ടത് എന്നുള്ളതാണ്. ഇവിടെ നിരപരാധികളായ വീട്ടിനകത്തിരിക്കുന്ന വനിതകളെ കടന്നാക്രമിക്കുന്നു, പിഞ്ച് കൈക്കുഞ്ഞിനെ വലിച്ചെറിഞ്ഞു അക്രമകാരികൾ. തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ചരിത്രനഗരിയായ ആറ്റിങ്ങലിന്റെ വിരുമാറിൽ കെട്ടിട നിർമ്മാണ രംഗത്തെ കുലപതിയായി കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി വിരാജിക്കുന്ന ഷിബൂസ് അലൂമിനിയം സെന്റർ ആൻഡ് ഹാർഡ്വെയർ ഗ്രൂപ്പിന്റെ കൂറ്റൻ മെഗാ ഷോറൂമായ ഷിബൂസ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് ഹാർഡ്വെയർ ആലംകോട് മസ്ജിദ് കോംപ്ലക്സിൽ ജനവിശ്വാസമാർജിച്ച് പ്രവർത്തനം തുടരുന്നു. നിങ്ങളുടെ വീടിന്റെ ഈടിനും മനോഹാരിതയ്ക്കും ആവശ്യമായ ഇന്റീരിയർ മുതൽ എക്സ്റ്റീരിയർ വരെയുള്ള എല്ലാവിധ ബിൽഡിംഗ് മെറ്റീരിയൽസിനും ഷിബൂസ് ഗ്രൂപ്പിലൂടെ വിപണിയിലെ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കിലൂടെ ഇനി നിങ്ങൾക്ക് മുന്നിൽ. അറേബ്യൻ ഫാഷൻ ജ്വല്ലറി, ആലങ്ങോട്, പോത്തൻകോട്, ആറ്റിങ്ങൽ. അതിരുകളില്ലാത്ത ആത്മബന്ധം.